അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ പേര് അൻസാർ. ചാവക്കാട് തിരുവത്രയിലായിരുന്നു വീട്. ഇപ്പോൾ മരത്തങ്കോട് മജ്‌ലിസിൻ്റെ അടുത്ത് താമസമായിട്ടൊരു 5 വർഷത്തിൻ്റെ മീതെയായി. ഞാൻ മജ്‌ലിസുമായി ബന്ധപ്പെടാനുള്ള കാരണങ്ങൾ ഒരുപാടുണ്ട്. വെച്ചാൽ വീട്ടിൽ എന്നും ഉപ്പയും ഉമ്മയായിട്ടും പ്രശ്നങ്ങളും ഞാനും അനിയനുമായിട്ട് പ്രശ്നങ്ങൾ, മനസ്സമാധാനമുള്ള ഒരു ജീവിതം ഉണ്ടായിട്ടില്ല. വെച്ചാൽ എന്തൊരു ആഘോഷം വന്നു കഴിഞ്ഞാലും അന്നത്തെ ദിവസവും പ്രശ്നങ്ങൾ, എന്നും പ്രശ്നങ്ങൾ. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ മണത്തിലുള്ള ഒരു ഉസ്താദിനെ കണ്ടപ്പോൾ ഉസ്താദ് പറഞ്ഞു, സിഹറുമായി ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അടക്കം വെക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ ഉസ്താദ് പറഞ്ഞ പോലെയൊക്കെ അടക്കം വെക്കലൊക്കെ ചെയ്തിട്ടും ഒരു ഇതുമില്ല. ഹോസ്പിറ്റൽ കേസായിട്ടും പ്രശ്നങ്ങളായിട്ടും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഷമീർ ഖാൻ എന്ന് പറഞ്ഞൊരു ഉമ്മാനോടും ഉപ്പാനോടും പറഞ്ഞു, മരത്തങ്കോട് ഇങ്ങനെ ഒരു ഉസ്താദുണ്ട്, ഉസ്താദിനെ പോയി കണ്ടു നോക്ക്, നിങ്ങൾക്ക് അവിടെ കൊണ്ടെല്ലാം റെഡിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ വാപ്പയും ഉമ്മയും കൂടിയിട്ട് ഉസ്താദിനെ കാണാൻ വന്നു. ഉസ്താദിനോട് സംസാരിച്ച് ഉസ്താദ് പറഞ്ഞു ഞായറാഴ്ച ദിവസം മജ്‌ലിസിൽ പങ്കെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു മജ്‌ലിസിൽ പങ്കെടുക്കൽ തുടങ്ങി. അങ്ങനെ ഉസ്താദ് ദിക്കറിൻ്റെ ഏട് കൊടുത്ത് അങ്ങനെ വീട്ടിൽ ദിക്കർ ചെല്ലാൻ തുടങ്ങി. അങ്ങനെ മക്കളെത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ അനിയനും പെങ്ങളും എല്ലാവരും കൂടി വരൽ തുടങ്ങി. ഇവരെല്ലാം വന്നു ഒരു 1.5 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ മജ്‌ലിസിലെത്തുന്നത്. ഇതിൻ്റെ ഇടയിൽ ഇവർ ചെയ്യുന്നതിനൊക്കെ മജ്‌ലിസിലത്തെ ഏടും ഇതൊക്കെ ചെല്ലുന്നതിനനുസരിച്ച് വീട്ടിലത്തെ പ്രയാസങ്ങൾക്കൊരു പരിഹാരം കണ്ടു തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഞാനിങ്ങനെ ഉസ്താദിനെ കാണാൻ വന്നപ്പോൾ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾക്ക് മരത്തങ്കോടേക്ക് താമസം മാറിക്കോ, അതാണ് നിങ്ങൾക്ക് ഹൈർ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മരത്തങ്കോടേക്ക് താമസം മാറി. ടൈമിൽ എൻ്റെ പെണ്ണ് ഗർഭിണിയായിരുന്നു. അവളങ്ങനെ പ്രസവിച്ച് കുട്ടിക്ക് ഒരു 6 മാസം ആവണം. ആ ടൈമിൽ അവൾക്ക് നല്ല പനിയും ചുമയും ശാരീരികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ട് ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോൾ TB എന്ന് പറഞ്ഞു. അങ്ങനെ ചാവക്കാട് ഹോസ്പിറ്റലിൽ കാണിച്ചു ഫസ്റ്റ്. അപ്പോൾ പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കോ, ക്രിട്ടിക്കൽ സ്റ്റേജാണ്. ആ അവസ്ഥയിലേക്ക് എത്തി. എന്ന് വെച്ചാൽ മെമ്മറി ലോസൊക്കെ ആയി തുടങ്ങിയവൾക്ക്. അവൾ എന്താണ് കാണിക്കുന്നത് അവൾക്ക് തന്നെ ഓർമ്മയില്ലാത്ത ലെവലിലായി. ആ ടൈമിൽ ഉസ്താദ് അജ്മീറിലായിരുന്നു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കിയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ക്രിട്ടിക്കൽ സ്റ്റേജാണ്, ഇപ്പം ഒന്നും പറയാൻ പറ്റുന്നില്ല, നിങ്ങൾ പടച്ചവനോട് ദുആ ചെയ്യുക പറഞ്ഞു. വെച്ചാൽ അവൾക്ക് മെമ്മറി ലോസ് ആയതല്ല പോലെ കുട്ടിയുടെ പേര് പോലും അവൾക്കറിയണില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായി. അങ്ങനെ ഞാൻ ഈ വിവരങ്ങളെല്ലാം ഉസ്താദിനെ അറിയിച്ച്. ഉസ്താദ് ടൈമിൽ അജ്മീരിലായിരുന്നു. പിന്നെ അജ്മീരിൽ നിന്ന് വന്ന് ഉസ്താദ് അവളെ കാണാൻ വന്നപ്പോൾ ഉസ്താദ് ഒന്ന് മന്ദിരിച്ചപ്പോൾ അവൾ പല്ലും നാവൊക്കെ ഇങ്ങനെ കടിച്ച് പിടിച്ച് ഒരു വിഭ്രാന്തി കാണിക്കുന്ന പോലെയൊക്കെ കാണിച്ച്. അങ്ങനെ ഒരു അന്നത്തെ രാത്രി അവൾക്ക് ചികിത്സ കിട്ടി. അജ്മീർ ഹാജപ്പപ്പയുടെയും ഫാറൂഖ് ഉസ്താദിന് ചികിത്സ കിട്ടിയിട്ട് അവളോട് പറഞ്ഞു, മോളൊന്നുകൊണ്ടും പേടിക്കണ്ട, മോളെ അസുഖം ഷിഫയാവും. പിന്നെ മോൾ എന്ത് ചെയ്യണം, ഇബാദത്ത് കൂട്ടണം, ഇബാദത്തിൻ്റെ കുറവാണ് മോൾക്കുള്ളത്, അതുകൊണ്ട് ഇബാദത്ത് കൂട്ടണം, മോൾക്ക് ഇത് സിഹർ ഏറ്റിട്ടുള്ളതാണ്, പൈശാചിക ബുദ്ധിമുട്ട് ഏറ്റിട്ടുള്ളതെന്ന് പറഞ്ഞു. ഒരു 6 വർഷം മുമ്പുള്ള സംഭവമാണ് ഇപ്പോൾ ഇത്. അതിനുശേഷം അൽഹംദുലില്ലാഹ് മജ്‌ലിസുമായും ഇബാദത്ത് കൂട്ടലും കൂടിയിട്ട് അൽഹംദുലില്ലാഹ് ഇതുവരെ ഒരു കുഴപ്പമില്ലാതെ നല്ല റാഹത്തോടെ സമാധാനത്തോടെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്. വീട്ടിലായാലും എൻ്റെ കൂടെ ആയാലും മൊത്തത്തിൽ എല്ലായിടത്തും നല്ല സമാധാനത്തോടെ പോകുന്നുണ്ട്. ഇതുവരെ മജ്‌ലിസിൻ്റെ ഹക്ക് ജബർക്കത്തും ഫാറൂഖ് ഉസ്താദിൻ്റെ ഹക്ക് ജബർക്കത്തും കൊണ്ട് ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.